ഹലോ, നമുക്കിന്ന് നമ്മുടെ ലവ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊരു യാത്ര പോയാലോ? അപ്പം നമ്മൾ പോകാൻ പോകുന്നത് മൗണ്ട് ഫുജി പനോറമിക് ഡ്രോപ്പ് വേയിലേക്കാണേ. ഈ കാണുന്നതാണ് കാവഗുച്ചിക്കോ ലേക്ക്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡ്രോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതാ അപ്പം ലൈനിൽ നിൽക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ലൈനിൽ നിന്നു. അതിന് മുന്നേ നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് കേട്ടോ. നമ്മൾ റൗണ്ട് ട്രിപ്പാണ് എടുത്തത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോപ്പ് വേയിൽ തന്നെയാണ് പോകാൻ വരികയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് നടക്കാനുള്ള സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്തും പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോപ്പ് വേയിലൂടെ പോകാൻ പോകുന്നത് മൗണ്ട് തെൻജോയിലേക്കാണ്. നമ്മൾ ഈ റോപ്പ് വേയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം റാബിറ്റിൻ്റെയും അത് കണക്ക് റക്കൂൺ ഡോഗിൻ്റെയും കഥകൾ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കൽ ഒരു വൃദ്ധനായ ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഒരു റക്കൂൺ ഡോഗിനെ പിടിച്ച് കെട്ടിയിടുകയാണ് കേട്ടോ. കെട്ടിയിട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യ അത് കാണുകയും അതിനോട് ഒരു സങ്കടം തോന്നുകയും ചെയ്യണം. അപ്പോൾ റക്കൂൺ ഡോഗ് പറയുകയാണ്, ഞാൻ നിങ്ങളെ മോച്ച ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, എന്നെ ഒന്ന് അഴിച്ചു വിടുമെന്ന്. മോച്ചി എന്ന് പറയുന്നത് ജാപ്പനീസ് ഒരു സ്വീറ്റാണ്, റൈസ് വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് പറയുന്ന കേൾക്കുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും, ഈ റക്കൂൺ ഡോഗിനെ അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ റക്കൂൺ എന്ത് ചെയ്യും, ഈ സ്ത്രീയെ അറ്റാക്ക് ചെയ്ത് കൊല്ലുകയാണ്. ഇതെല്ലാം അറിഞ്ഞ ഈ വൃദ്ധ ദമ്പതികളുടെ വലിയൊരു സുഹൃത്തായ റാബിറ്റ് ഈ റക്കൂൺ ഡോഗിനോട് പ്രതികാരം വീട്ടുന്നതായിട്ടാണ് കഥ. ഇതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ളത് ഈ മൗണ്ട് തെൻജോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മൗണ്ടന് കാച്ചി എന്ന പേര് വന്നത്. ഏകദേശിച്ച് 220 മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ്. അങ്ങനെ നമ്മളിതാ റോപ്പ് വേയിൽ നിന്ന് ഇറങ്ങുകയാണേ. ഇവിടെ നിന്നുള്ള മൗണ്ട് ഫൂജിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ വരുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് വെതർ നോക്കിയിരിക്കണം. കാരണം ഇവിടുത്തെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, എപ്പോഴും മഴയുണ്ടാവും. മഴയാണ് അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നന്നായിട്ട് മൗണ്ട് ഫൂജിനെ കാണാൻ പറ്റില്ല. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ലവ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം. അത് ഈ ഹാർട്ട് ഷേപ്ഡ് ബെല്ലാണ് കേട്ടോ. എന്താണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പിൾസായിട്ട് വന്ന് ഒരുമിച്ച് ഈ കാണുന്ന ഈ തെൻജോ ബെല്ലടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലവ് ലൈഫ് ഇമ്പ്രൂവ് ആവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു റാബിറ്റ് ഷ്രെയിൻ ഉണ്ട്. ഇവരെ കൺസിഡർ ചെയ്യുന്നത് മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് കേട്ടോ. വേഗത്തിന് ഈ റാബിറ്റുകൾക്ക് ഓടാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ പ്രാർത്ഥനകൾ ഈശ്വരൻ്റെ അടുത്ത് വേഗം എത്തും എന്നുള്ളതെന്തോ ആണ് വിശ്വാസം. പിന്നെ ഈ കാണുന്ന റാബിറ്റിൻ്റെയും റക്കൂൺ ഡോഗിൻ്റെയൊക്കെ സ്റ്റാച്ചു കണ്ടോ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കഥേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാൻ ആ കഥ പറഞ്ഞത്. ഇവിടുത്തെ വ്യൂ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളും എടുത്തു ഒരു ഫോട്ടോ, സൂപ്പറല്ലേ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാച്ചി മൗണ്ടൻ സ്വിങ് ആണേ. മൗണ്ട് ഫൂജിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഊഞ്ഞാലാട്ടം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തുടക്കത്തിൽ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ച വേറൊന്നും കൊണ്ടല്ല, നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആൾക്ക് എടുക്കുന്നത് 5 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ കുറേ നേരം എടുക്കുമെന്ന് കരുതി ഞങ്ങൾ വേണ്ടാന്ന് ഒഴിഞ്ഞതാണ്. പക്ഷെ മീയക്കുട്ടിക്ക് കയറണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത് മീയക്കുട്ടിയുടെ ഹൈറ്റ് ഓക്കെ ആണെന്നാണ്. 110 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷെ അവസാനം പുള്ളി കയറാറായപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന്. പിന്നെ മോളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊഞ്ഞാലാടി. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ലൈറ്റൊരു മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ആ മ്യൂസിക്കൊക്കെ കേട്ട് മൗണ്ട് ഫൂജിനെ നോക്കി ഇങ്ങനെ ഊഞ്ഞാലാടാൻ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകാൻ തോന്നാഞ്ഞത് നന്നായെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ സ്വിങ് ഒക്കെ ചെയ്ത് നമ്മളിതായി ഇറങ്ങി നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും സ്ഥിരം പരിപാടി തന്നെ, നമ്മുടെ കണ്ണിൽ ഐസ്ക്രീം തടഞ്ഞു. പിന്നെ നമ്മൾ വിടൂലല്ലോ. അങ്ങനെ അവിടെ നിന്ന് 2 ഐസ്ക്രീമും മേടിച്ച് കഴിച്ച് ഞങ്ങളിതാ ഡ്രോപ്പ് വേയിലേക്ക് പോകാനായിട്ട് ലൈനിൽ നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഏകദേശിച്ച് ഒരു വാക്ക് പോകാൻ തന്നെ ഡ്രോപ്പ് വേക്ക് 3 മിനിറ്റാണ് കേട്ടോ ടൈം. ഡ്രോപ്പ് വേയിലിരുന്നുള്ള വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ. കാവഗുച്ചിക്കോ ലേക്കിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് റോപ്പ് വേയിലിരുന്ന് ആസ്വദിക്കാം. സൺസെറ്റിൻ്റെ ടൈമാണ് കൂടുതൽ ഭംഗിയെന്നാണ് കേട്ടോ കേട്ടത്.
പിന്നെ ഈ സ്ഥലത്ത് വന്നാലുള്ള വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാവഗുച്ചിക്കോ ലേക്കിലുള്ള ബോട്ട് സർവീസുകളും എൻജോയ് ചെയ്യാം. കുറേ വിശ്വാസങ്ങളും കഥകളും ഒക്കെ നിറഞ്ഞ ഈ ഡ്രോപ്പ് വേ യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം. എന്ന് സ്വന്തം ഗൗരിക്കുട്ടി.